ചോറ്റാനിക്കര ക്ഷേത്രം ഉണ്ടായ കഥ അറിയാമോ? ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പണ്ട് കൊടുങ്കാടായിരുന്നു. അവിടെ താമസിച്ചിരുന്നവരുടെ നേതാവായിരുന്നു കണ്ണപ്പൻ. ദുഷ്ടനായിരുന്ന കണ്ണപ്പൻ പശുക്കളെ മോഷ്ടിച്ച് ബലി കൊടുക്കുകയാണ് പതിവ്. ഒരിക്കൽ ഒരു പശുവിനെ കണ്ട കണ്ണപ്പന്റെ മകൾ അതിനെ വളർത്താൻ തുടങ്ങി. പിന്നീട് പശുക്കളെ ലഭിക്കാതെയായപ്പോൾ മകളുടെ പശുവിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ മകൾ പശുവിന് പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. ഈ വാക്കുകൾ കാരണം കണ്ണപ്പൻ ബലി നിർത്തി. എന്നാൽ ഒരു ദിവസം അയാളുടെ മകൾ മരണപ്പെട്ടു. ഒരിക്കൽ കണ്ണപ്പൻ ഒരു സ്വപ്നം കണ്ടു. പശു ഒരു കല്ലായി മാറിയെന്ന്. പിറ്റേന്ന് സ്വപ്നം യാഥാർത്ഥ്യമായി. അപ്പോൾ അവിടെ വന്ന ദിവ്യസന്യാസി പറഞ്ഞു, മഹാലക്ഷ്മിയാണ് പശുവായി വന്നത്. നിത്യവും ഇവിടെ ആരാധന നടത്തും. പിന്നീടുള്ള കാലം പൂജകൾ നടത്തിപ്പോന്നു. കണ്ണപ്പൻ ഓർമ്മയായി. കാലങ്ങൾക്ക് ശേഷം പുല്ലുചെത്താനായി വന്ന സ്ത്രീകൾ മൂർച്ച കൂട്ടാനായി കല്ലിൽ ഉരച്ചു. അവിടെ ആകെ രക്തപ്രവാഹമുണ്ടായി. ഉടനെ തന്നെ എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു.